ഡേഞ്ചർ ഫിറോസ് ഖാൻ വന്ന് കഴിഞ്ഞ ദിവസം 3 പാർട്ട് വീഡിയോ എക്സ്പോസിങ് ഹിസ് സെപ്പറേറ്റഡ് വൈഫ് സജ്ന. ഇതിനു മുമ്പ് സജ്ന വന്നിട്ട് ഫിറോസ് ഖാനെ എക്സ്പോസ് ചെയ്ത് വിട്ടൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിറോസ് ഖാൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഖാൻ സീനിൽ നിന്ന് മാറിപ്പോയി. ആൻഡ് ഈ ഒരു വിഷയത്തിൽ ഞാൻ പേഴ്സണലി സജ്നയോട്, ഫിറോസ് ഖാനോട്, പിന്നെ ഇവരുടെ കുറേ ഫ്രണ്ട്സിനോട് ഒക്കെ സംസാരിച്ചതും ഇൻവോൾവ് ചെയ്തതും കൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആർക്കൊക്കെ ഹേർട്ടായാലും എനിക്ക് വിഷയമല്ല, ഞാൻ ആരൊക്കെ ബാധിച്ചാലും എനിക്ക് വിഷയമല്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ഒരു സൈഡിൽ MRC അപരാധ കഥകൾ, MRC ഫയൽസ് ഒരു സൈഡിൽ കൂടി പോകുമ്പോൾ ഇപ്പുറത്ത് പൂക്കുട്ടി ഫയൽസ് വേറെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് റസൂൽ പൂക്കുട്ടി, അയാളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഹിസ്റ്ററി, സജ്ന പാസ്റ്റ് പ്രസൻറ്റ് ഹിസ്റ്ററി, ഇതൊക്കെയാണ് ഫിറോസ് ഖാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഫിറോസ് ഖാനെതിരെ ഭയങ്കര അതിഭീകരമായ അലിഗേഷൻസ് ആയിരുന്നു സജ്ന കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബൈ ദ വേ സജ്ന ഓൾറെഡി മുഖ്യമന്ത്രി VD സതീശിനെയൊക്കെ പോയി കണ്ട് അവർക്ക് എന്തൊക്കെയോ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലയിൻറ്റും സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിയും ഇതേപോലെ ഒരു വക്കീൽ എഴുതി കൊടുത്ത ഐറ്റമൊക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് വന്നാലും ഒരു ഫോട്ടോ, വീഡിയോ, ഓഡിയോ ആരുടെയെങ്കിലുമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പറയാനും എസ്കേപ്പ് ആവാനും ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനും വളരെ സുഖമുള്ളൊരു ഐറ്റം ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൻ്റെ തലയിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. AI ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അതൊരു ധാരണ മാത്രമാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ കേൾക്കുന്ന കാണുന്ന ആളുകൾ അവർക്ക് അത് വേർതിരിച്ച് കാണാനും ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ സജ്നയോട് ഞാൻ തന്നെയായിരുന്നു പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം ചെയ്യും, സൈബർ ക്രൈമിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന അലിഗേഷൻസ് ഒക്കെ റോങ് ആണെന്ന് നിങ്ങൾ വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നല്ലത്. ഓക്കെ, ബാക്കി പോലീസ് കളിക്കട്ടെ. ഇതിപ്പോൾ ഫിറോസ് ഖാനെതിരെ സജ്ന പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുകയായിരിക്കും നല്ലത്. കാരണം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ 8 വർഷമോ 10 വർഷമോ മുമ്പുള്ള വീഡിയോ വരെ ഫിറോസ് ഖാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സജ്നേൻ്റെ. ആ വർഷങ്ങളിലൊന്നും AI ഇല്ലാത്തത് കൊണ്ടും ആ വീഡിയോസിൻ്റെയൊക്കെ ഏജ് നിങ്ങൾക്ക് ഫിറോസ് ഖാൻ്റെ ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ടും AIയുടെ തലയിലിട്ടിട്ട് കൂടി പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വേറെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിൽ സജ്ന ഷാലു ബോണിനൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഓൺ ദറ്റ് ടൈം, കറക്റ്റ് ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വൈഫിനെ, ഞാൻ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വൈഫ് എന്ന് പറയാൻ കാരണം ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റഡ് വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ വൈഫിനെ കുറിച്ച് വന്നിട്ട് എക്സ്പോസ് ചെയ്ത് വിടുന്നു. നമുക്ക് 1 by 1 ആയിട്ട് ഈ സജ്നയെക്കുറിച്ച് ഫിറോസ് ഖാൻ പറയുന്നത്, ഫിറോസ് ഖാൻ റസൂൽ പൂക്കുട്ടിയെക്കുറിച്ച് പറയുന്നത് കേട്ട് നോക്കാം. എന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാം. ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണം. അപ്പോൾ DGP ഓഫീസിൽ പരാതി കൊടുത്ത് ഫിറോസ് ഖാൻ. അപ്പോൾ ഫിറോസ് ഖാൻ എന്ത് പരാതിയാവും കൊടുത്തിട്ടുണ്ടാവുക? ഫിറോസ് ഖാൻ്റെ ജീവിതം തുലച്ചു, അഡൾട്ടറി ആയിരിക്കും. മനസ്സിലായോ? അതായത് ഫിറോസ് ഖാൻ ഈ അവസ്ഥയിൽ ഭാര്യയിൽ നിന്ന് സെപ്പറേറ്റ് ആയി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതും, മകനെ വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതും റസൂൽ പൂക്കുട്ടി കാരണമാണ് എന്നുള്ളതായിരിക്കും. ആൻഡ് സജ്ന വന്നൊരു വീഡിയോ ഇട്ടിട്ട് ഫേക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ എനിക്കെതിരെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് മാനനഷ്ടമുണ്ടായി, എനിക്കെൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ പ്രൊജക്റ്റുകൾ ഡ്രോപ്പായി, ഇതൊക്കെ ആയിരിക്കും കേസ്. ഓക്കെ, അപ്പോൾ സജ്ന ഒരു സൈഡിൽ പ്രൊട്ടക്ഷന് വേണ്ടി VD സതീശനെ കാണുന്നു. VD സതീശനെ കണ്ട് ജസ്റ്റ് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫിറോസ് ഖാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെ തീരുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആരെ കേസസ് ആദ്യം ഇവരെടുക്കുന്നുള്ളത്. ഓക്കെ, അതാ കേസും കൂട്ടവും വക്കീലും കോടതിയും പരിപാടിയൊക്കെ അവരുടെയാണ്. അവർ തീർക്കട്ടെ. നമുക്ക് സോഷ്യൽ മീഡിയ തീർത്ത് വിടാം ഫസ്റ്റ്. അപ്പോൾ പാർട്ട് 1 കുറച്ച് ഭാഗങ്ങൾ ആദ്യം കാണാം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങൾ ഒരു വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ, ഷുഗർ ഡാഡി, വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച, ലിറ്ററലി ഫേക്കായ, മാനിപ്പുലേറ്ററായ ഒരു കള്ളക്കഥ, ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ
ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയാം, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല, ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെപ്പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു ശതമാനം 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും മനുഷ്യത്വം, ട്രസ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സംസാരിക്കാൻ ഇവരാരും അർഹരല്ല ഉള്ള കാര്യം പറയാലോ. കാരണം മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഈ ഐറ്റങ്ങളുടെ ഒരു 100-1 അംശമെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ തുടങ്ങി വെച്ചത് സജിനയാണ്, അതിലൊരു ഡൗട്ടുമില്ല. തുടക്കം സജിനയിൽ നിന്നാണ് പബ്ലിക്കിലേക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിയത്. അതിൻ്റെ റീസൺസൊക്കെ ഈ വീഡിയോനകത്ത് ഇവർ പറയുന്നുണ്ട്. ഫിറോസ് ഖാനും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് സംസാരിക്കുന്നതും, റസൂൽ പൂക്കുട്ടി സംസാരിക്കുന്നതും, സജിന സംസാരിക്കുന്നതും, സജിനയുടെ ഉമ്മ സംസാരിക്കുന്നതിൽ നിന്നൊക്കെ വരുന്നുണ്ട് പുറത്തേക്ക്. ഓക്കെ, നിങ്ങൾക്കൊന്ന് അസ്യൂം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫിറോസ് ഖാൻ പറയുന്നതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു തുടക്കം എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് തുടങ്ങി വെച്ചത് സജിന ആയതുകൊണ്ട് ഈ പറഞ്ഞ മനുഷ്യത്വം അല്ലെങ്കിൽ ട്രസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട് തന്നെ അവരെല്ലാവരെയും കൂട്ടേണ്ടി വരും. പിന്നെ ഞാൻ ഈ ഒരു വിഷയം, ഓക്കെ, ഇത് സജിന ആൻഡ് റസൂൽ ബന്ധം, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത്, ഫിറോസ് ഖാൻ്റെ വീഡിയോനകത്ത് കുട്ടി ഫയൽസ് എന്ന് പറഞ്ഞ കമൻ്റ് ഇട്ട് തുടങ്ങിയത് ഞാനാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എന്നൊരു വ്യക്തിയാണല്ലോ ഞാൻ. പല സോഴ്സിൽ നിന്നും നമുക്ക് ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു ലൈൻ ഇതിൽ പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംഗതി അറിഞ്ഞതുകൊണ്ട് ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതായിരുന്നു. പക്ഷേ കറക്റ്റ് കൊണ്ടു. ലേറ്റർ ഓൺ സജിന എന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. സജിന എപ്പോഴും വിളിച്ച് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ, അപ്പോൾ ഞാൻ ഫിറോസിൻ്റെ വീഡിയോ ആദ്യം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ട സമയത്ത് ഞാൻ ഒരു ചെറിയൊരു ഞെട്ടൽ എനിക്കുണ്ടായി. വൈ? ബിക്കോസ് ഈ സജിനേനായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും പിന്നെ ഫിറോസ് ഖാനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇവരൊക്കെ അങ്ങോട്ടും കൊണ്ട് പരസ്പരം കുറ്റം പറയും. ഓക്കെ, സാധാരണ എന്താ സംഭവിക്കുക, ഇവരൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരെ കോമൺ ആയിട്ട് വിളിച്ച് ഇവരുടെയൊക്കെ കുറ്റങ്ങൾ, അതായത് ഒരാൾ മറ്റേ ആളുടെ കുറ്റം പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും ഇതെന്ത് ചെയ്യണം, ഇവരുടെ 2 പേരെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറഞ്ഞ് ഇവരെ അടി ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളൊരു സ്കീമാവും പൊതുവെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പം അങ്ങനെയാണല്ലോ നടക്കാറ്. ഇപ്പം ഞാൻ പോയിട്ട് സ്നേഹനെക്കുറിച്ച് 3ാമതൊരു വ്യക്തിയോട് ഒരു കുറ്റം പറഞ്ഞു, സ്നേഹ എന്നെക്കുറിച്ച് 3ാമതൊരു വ്യക്തിയോട് കുറ്റം പറഞ്ഞു. ഇത് കേട്ട 3ാമതൊരു വ്യക്തി ഒരു കോമൺ ആളാണ്. ഓക്കെ, അയാൾ പോയിട്ട് ഇത് ഞാൻ പറഞ്ഞത് സ്നേഹയോടും സ്നേഹ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നോടും വന്ന് പറയുമ്പോഴാണ് ഞാനും സ്നേഹയും തമ്മിൽ കൂടുതൽ ഫൈറ്റ് ഉണ്ടാവുക. ഇവിടുത്തെ വിറ്റ് എന്താ അറിയോ, ഇത് ഇവർ 2 പേരും ഓരോരുത്തരെ വിളിച്ച് പറയും. പറഞ്ഞതിന് ശേഷം ഇവർ 2 പേരും തമ്മിൽ വിളിക്കും. മനസ്സിലായില്ലേ? ഇവർ 2 പേരും തമ്മിൽ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഇവരാരുടെയൊക്കെ അടുത്താണോ പറഞ്ഞേ അവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് തമ്മിൽ പറയും. സജിനയും ഫിറോസും ഇത് തമ്മിൽ പറയും. എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് ഇത് സജിന എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഫിറോസ് ഇക്ക പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ഫിറോസ് ഇക്ക പറഞ്ഞതോ? അപ്പോൾ ഫിറോസ്ക്ക് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നോട് ഫിറോസ്ക്ക് എല്ലാം പറഞ്ഞു, എനിക്ക് ഫിറോസ്ക്ക് എല്ലാം അയച്ചു തന്നു, ഞാനെല്ലാം കേട്ടു, ഞാനെല്ലാം കണ്ടു. എന്തുവാണ് ഇത്? ഞാൻ അങ്ങനെ സത്യത്തിൽ തുടക്കത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഇവരുടെ പ്ലാനിങ് ഇതൊക്കെ, 2 പേരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്താ എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇനി ഇതിൽ പൂക്കുട്ടി അതിലും കോമഡിയാണ്. പൂക്കുട്ടീൻ്റെ രസം എന്ന് പറഞ്ഞാൽ പൂക്കുട്ടി സജിനയോട് സംസാരിച്ചത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നതൊക്കെ സജിനയുടെ ഫ്രണ്ട്സിനോട് വിളിച്ച് പറയും. എന്നിട്ട് സജിനയുടെ ഫ്രണ്ട്സിനോട് വിളിച്ച് പറഞ്ഞിട്ട് അതിന് ശേഷം സജിനേനെ വിളിച്ചിട്ട് പറയും. എന്നിട്ട് സജിനേൻ്റെ ഫ്രണ്ട്സ് സജിനോട് പോയിട്ട് പൂക്കുട്ടി പറഞ്ഞു എന്ന് അതും പറയും. എന്നിട്ട് സജിന പൂക്കുട്ടീനെ കുറിച്ച് സജിനേൻ്റെ ഫ്രണ്ട്സിനോട് പറയും. അതായത് ഇതൊരു മെസ്ഡപ്പ് സിറ്റുവേഷനാണ്. മനസ്സിലായോ? ഇവരുടെ വായിലൊന്നും നിൽക്കില്ല പേഴ്സണലി. ഇപ്പം ഒക്കെ ഇവർക്ക് ഇങ്ങനെ അവരുടെ അപ്പത്തുള്ള ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവരുടെ മുഖം നന്നാക്കാനും അല്ലെങ്കിൽ രക്ഷപ്പെടാനും വേണ്ടി അവരെല്ലാവരോടും വിളിച്ചു പറയും.
മനസ്സിലായില്ലേ? ഇത് ഞാൻ സത്യത്തിൽ ആദ്യം വിചാരിച്ചിരുന്ന ഒരു സർക്കിളിനകത്ത് മാത്രം അവരൊക്കെ പറയുന്നത് സംസാരിക്കണേ. ഫിറോസ് ഖാൻ ഒരു പരിധി വരെ അങ്ങേർക്കൊരു 1, 2, 3 ആൾക്കാർ അത്രേ ഉള്ളൂ. പക്ഷെ സജിനെയോ റസൂൽ പൂക്കുട്ടി അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. റസൂൽ പൂക്കുട്ടിക്ക് എസ്പെഷ്യലി ഓസ്കാറൊക്കെ കിട്ടി അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കൊക്കെ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അയാളുടെ ഒരു വോണറബിൾ സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഞാൻ പുല്ല്, ഞാൻ ചെയ്തും പോയി, ഇപ്പം ഞാൻ എന്ത് കാണിക്കും, ഈ ഒരു അവസ്ഥയാണ് അയാൾക്ക്. എന്നിട്ട് അയാൾ മെഴുകായിരുന്നു പല സാഹചര്യത്തിലും. ചില സിറ്റുവേഷനിൽ ഇപ്പോൾ 1, 2 സാധനങ്ങളൊക്കെ ഇപ്പോൾ പേഴ്സണലി ഞാൻ പുറത്തൊന്നും വിട്ടിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ അപ്പുറത്ത് സജിന ചക്കയും തേനയും ആനയും ചേമ്പും പാലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നെ അങ്ങനെ കാണിച്ചു, എന്നെ ഇങ്ങനെ കാണിച്ചു, മനസ്സിലായി? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇക്ക എന്നെ അത് ചെയ്തു, ഇത് ചെയ്തു. ഒന്നും പറയണ്ട മോനെ. അങ്ങനത്തെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയിൽ. പറയാനിരിക്കുന്ന വേദം കാക്കയാണ്. എൻ്റെ ഹാക്കായി പോയേക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിക്കടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഫിറോസ് ഭായ് ഈ വീഡിയോ ഇട്ടിട്ട് വോയിസ് ഓവർ സൈഡിൽ കൊടുക്കുമ്പോൾ ഇതിനകത്തൊരു സാധനം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കാണിച്ചത് ഇവിടെ സജിനയുടെ പ്രഗ്നൻസി റിസൾട്ടാണ്. 9 വീക്ക് എന്ന് പറഞ്ഞിട്ട് ഹാക്കർ വന്ന് ഹാക്ക് ചെയ്ത് 9 വീക്ക് എന്ന് എഴുതി ആ പോസ്റ്റ് ഇട്ടു. എൻ്റെ അക്കൗണ്ട് ഹാക്കായപ്പോൾ വന്നതാണെന്നാണ് സജിന ക്ലെയിം ചെയ്തത്. ഇതിന് സജിനയ്ക്ക് ഉത്തരം ഉണ്ടാവുമോ? ഇതിപ്പോൾ പബ്ലിക്കിൽ വന്നുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് ഈ റിസൾട്ട്സിൽ ഭയങ്കര എവിഡൻ്റാണ്. 9 ആഴ്ച ഗർഭിണിയാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ സാധനം. ഒരു സെക്കൻഡ് അതോടെ പ്ലേ ചെയ്താൽ അപ്പോൾ 9 ആഴ്ചയാണ് ഈ എന്താ പറയുക പ്രഗ്നൻസിയുടെ ഗ്രോത്ത് എന്നുള്ളത്. അതും ഡേറ്റ് അടക്കമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു സാധനം ഫിറോസ് ഖാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ബൈ ദ വേ ഇത് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്ന വ്യക്തികൾക്കിടയിലൊക്കെ ഈ സാധനം ഓൾറെഡി കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഇവരുടെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഫേക്കായിട്ട് ഒരു ഗർഭക്കഥ ഒരു ഹാക്കർ ഉണ്ടാക്കിയതല്ലേ, അല്ലാതെ സജിന ഗർഭിണിയാണോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കമൻ്റൊക്കെ ഇട്ടപ്പോൾ അതിനടിയിൽ കുറേ ആൾക്കാർ കണ്ടോ അവർ ഗർഭിണിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഉത്തരം ഇനിയിപ്പോൾ സജിന പറയുമോ അല്ലെ സജിന പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനാരും ഇനി ഉത്തരം പറയുന്നത് വേണ്ട. ഇതിവിടെ തീരാണെങ്കിൽ ഇങ്ങനെ തീർന്നു പോട്ടെ. ഇതിപ്പോൾ സജിന വന്ന് ഫിറോസ് ഖാൻ എക്സ്പോസ് ചെയ്തു, ഫിറോസ് ഖാൻ സജിനെ എക്സ്പോസ് ചെയ്തു, കഴിഞ്ഞു. ഈവൻ സ്റ്റീവൻ സംഗതി 1-1 എന്ന് പറഞ്ഞ് സ്കോർ ചെയ്ത് നിർത്തുക ബെറ്റർ. അടിയിലേക്ക് പോകുമ്പോൾ ചീഞ്ഞ് നാറിയ കഥകളൊക്കെ വേറെയും കുറയും. ഓൾറെഡി ഇത് ചീഞ്ഞ് നാറിയ കഥയാണ്. അപ്പോൾ ഗർഭത്തിൻ്റെ ഒരു സാധനം നിങ്ങൾക്ക് ഒരു പ്രൂഫായിട്ട് ഫിറോസ് ഖാൻ തന്നെ വെച്ച് തന്നുകൊണ്ട് ഗർഭമില്ല, ഗർഭം ആണ്, ഗർഭം ഹാക്കറ കഥയെന്നൊക്കെ പറഞ്ഞു തന്നു ഇനി വിലപ്പോകും തോന്നുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു, എന്നിട്ട് ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ, എനിക്ക് അങ്ങനെ എന്തുപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയണം റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല, നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട് എനിക്കും ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പം ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക, എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത് അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജിനയെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒരിക്കലും സജിനയെ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഇത് ഫിറോസ് ഭായ് പറഞ്ഞത് കറക്റ്റാണ്.
ഫിറോസ് ഭായ് എവിടെയും സജിനയെ കുറ്റം പറഞ്ഞ് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഓക്കെ, എപ്പോഴും സജിനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മകനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഫിറോസ് ഭായ് എപ്പോഴും സജിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഷുഗർ കോട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. കുറ്റം പറയുകയാണെങ്കിൽ പോലും അതിൽ ഷുഗർ കോട്ടിങ് ഉണ്ടായിരുന്നു. പക്ഷേ സജിനയുടെ ഭാഗത്ത് അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ തുടക്ക സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ നമ്മളെ വിളിച്ചിട്ട് ഒന്നിന് വേറൊരാളെ കംപ്ലയിൻറ്റ് പറയും. സജിന ഫിറോസ് ഖാൻ്റെയും ഫിറോസ് ഖാൻ സജിനേൻ്റെയും പിന്നെ റസൂൽ പൂക്കുട്ടീൻ്റെയും ഒക്കെ പറയുമ്പോൾ നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ മൈൻഡിലെ വിചാരം എന്താ വെച്ചെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് കഴിഞ്ഞിട്ടേ എന്നിട്ട് നമ്മളോട് വേറെയും പറയും. ആൻഡ് ഈ ഒരു വീഡിയോ സജിന ഇട്ട സമയത്ത് ഫിറോസ് ഖാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ തന്നെ ഫിറോസ് ഭായിയോടും ബാക്കിയുള്ളവരോടും ചോദിച്ചിട്ടുണ്ട്, അപ്പം നമ്മളെന്താ പൊട്ടന്മാരാ? കാരണം ഇത് കാണുന്ന ആർക്കും തോന്നുന്നത് എന്താ, സജിനയും ഫിറോസും കൂടിയും ഒരു ഗെയിം കളിക്കുകയാണ് റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ പെടുത്താൻ, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ. ഇങ്ങനെയല്ലേ വിചാരിക്കൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് സജിന വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ സജിനെ പുറത്തിടുന്നു, എന്നിട്ട് അത് കോൺട്രവേഴ്സി ആവുന്നു. ആ കോൺട്രവേഴ്സിയിലേക്ക് സജിനെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഫിറോസ് ഖാൻ്റെ അഡൾട്ടറി കൊണ്ടുവന്നിടുന്നു. അപ്പോൾ അത് നേരെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ എന്താ റസൂൽ പൂക്കുട്ടി ആരാന്നുള്ള ചോദ്യം വരുന്നു, അത് പ്രഗ്നൻസിനെ കുറിച്ചുള്ള ചോദ്യം വരുന്നു. അപ്പോൾ വീണ്ടും എന്ത്, ഇതിനൊക്കെ സപ്പോർട്ട് ഫിറോസ് ഖാനാന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ഇടുമ്പോൾ ഫിറോസ് ഖാൻ എല്ലാവരും സംശയിക്കില്ലേ? ഫിറോസ് ഖാനെയും സജിനേനെയും കൂടി ഇവർ രണ്ടുപേരും കൊണ്ടുള്ള ഗെയിമാണോ പൂക്കുട്ടിക്കെതിരെ എന്നുള്ളത് സംശയിക്കില്ലേ? ഇത് ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ, സീരിയസ്ലി. ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിഷയം വന്നപ്പോൾ ആദ്യം ഫസ്റ്റ് വട്ടം ഫിറോസ് ഭായിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ മനുഷ്യൻ നാണമാനൊന്നുമില്ലേ? നിങ്ങളെന്താ ഒന്നും വിളിച്ച് പറയാത്തേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ സൈഡ് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, സായി ഞാൻ അവളെപ്പോലെയല്ല, അവനെപ്പോലെയല്ല, എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഞാൻ അത് വിട്ട് ഞാൻ സംസാരിക്കില്ല, ഞാൻ അപ്പുറത്തേക്ക് ഞാൻ പറയില്ല, പിന്നെ പറയുമ്പോൾ ഞാൻ പ്രൂഫ് വെച്ചേ പറയൂ. അതിനുശേഷം സജിന ഇയാളെക്കുറിച്ച് എക്സ്ട്രീം സാധനങ്ങൾ, അതായത് സജിന കല്യാണം കഴിച്ച് വന്നത് മുതൽ പിന്നെ ഇയാളുടെ ആദ്യ ഭാര്യ ഫിറോസ് ഖാൻ്റെ ആദ്യ ഭാര്യയുടെ സാധനം വരെ വലിച്ചിട്ട് ഇവിടെ വന്ന സമയത്തും ഫിറോസ് ഖാനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ, ഫിറോസ് ഭായ് വായ ഓർന്ന് എന്തെങ്കിലും പറ, അല്ലാതെ പഴം പിഴുങ്ങിയ പോലെ ഇരിക്കില്ലേ. അപ്പോഴും മൂപ്പര് പറഞ്ഞു, ഞാൻ എൻ്റെ നിലപാട് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്, അത് വിട്ടിട്ട് എനിക്ക് ബാക്കിയുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല സായി. ഓക്കെ, ഇതാണ് മൂപ്പരുടെ ഒരു സാധനം. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചറിയോ, മൂപ്പരുടെ ഇമേജിന് കുറേ ഓട്ടം പറ്റി. സജിനയുടെ ഒപ്പം നിന്നിട്ട് മറ്റേ പൂക്കുട്ടീനെ വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാളും കൂട്ടു നിന്നു എന്നുള്ളൊരു ആംഗിൾ വരെ ഇവിടെ ക്രിയേറ്റായി. ഓക്കെ, ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും നല്ല ഈ വീഡിയോ ഇട്ടതോടുകൂടി ഇത് ബ്രേക്ക് ആയിട്ടുണ്ട് എന്താണെങ്കിലും. അതൊക്കെ ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കേൾക്കാനും കാണാനും പോകുന്നത് സജിനയുടെ കുറേ വോയിസ്, സജിനയുടെ ഉമ്മയുടെ വോയിസ്, പിന്നെ റസൂൽ പൂക്കുട്ടീൻ്റെ വോയിസ്, ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇതിനകത്തൊക്കെ അതിഭീകരവും മാരകവുമായിട്ടുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. ഇതിന് പുറമെ സജിനയുടെ കുറേ റിലേഷൻസ്. ഓക്കെ, ആ പോർഷൻസൊക്കെ ഞാൻ തൊട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്നേ ഉള്ളൂ. ഇത് സജിന കല്യാണം കഴിഞ്ഞത് മുതൽ ഫിറോസ് ഖാൻ്റെ റിലേഷൻസ് പൊക്കി കൈ മുറിച്ചു, ഫിറോസ് ഖാൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, കല്യാണം ഉള്ള ആ ഒരു കഴിഞ്ഞ ഇനീഷ്യൽ ടൈമിൽ അയാളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് എന്നൊക്കെ പറഞ്ഞ് ഫിറോസിനെ കുറിച്ച് സജിന ഇട്ട വീഡിയോ. ഓക്കെ, പിന്നെ അറിയാമല്ലോ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ഉമ്മ വെച്ചു, അതായത് പല പെണ്ണ് കേസുകളും ഫിറോസ് ഖാൻ റിലേറ്റഡ് ആയിട്ട് സജിൻ ഇതിന് മുന്നേ പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. ഫൈൻ. ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഫിറോസ് പറയുന്ന സജിനയുടെ ലൈഫിലെ ആൺകഥകൾ. ഇതാണ് സാധനം. അതിന് കുറേയധികം പ്രൂഫുകൾ ഈ പറഞ്ഞ കുറേയധികം ആളുകളും പേരുകളും അടക്കം ഫോട്ടോസും അടക്കം വർഷങ്ങൾ പഴക്കമുള്ള വീഡിയോ അടക്കം ഫിറോസ് ഖാൻ വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് റെലവൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഈ സാധനങ്ങൾ ഭയങ്കര റെലവൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിറോസ് ഖാനും ഇത് ഇമ്പോർട്ടൻ്റാണ്. കാരണം ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വില്ലനായിട്ടും ദുഷ്ടനായിട്ടും നീചനായിട്ടും വഞ്ചകനായിട്ട് കാണുന്നവരുടെ മുന്നിലേക്ക് എന്നെക്കുറിച്ച് അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, ഇനി അവളെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക, രണ്ട് സൈഡും നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കുക എന്നുള്ള രീതിക്കാണ് സജിനയുടെ ഈ പാസ്റ്റ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ വലിയ പൈസ ചെലവുള്ള കാര്യമാണ്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്.
ഓ, അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഉം. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഉം. ഓക്കെ. 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഞാൻ പറയുന്നില്ലല്ലോ. അല്ല, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന്? ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ സങ്കടം തോന്നുന്ന ആരുടെ ഫാമിലി അറിയോ? റസൂലിൻ്റെ ഫാമിലി, പിന്നെ ഈ ഫിറോസിൻ്റെയും സജിനേൻ്റെയും മക്കൾ. ഇത്രയും ആൾക്കാരുടെ കാര്യം വെച്ചിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ തമ്മിൽ ബന്ധത്തിലാണ്, റിലേഷനിലാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, കഴിഞ്ഞു. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? മൂവ് ഓൺ ചെയ്ത് പോവാം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ താല്പര്യമാണ്. ഇത് 18, 20, 25 വയസ്സുള്ള കുട്ടിക്കഥയല്ല. 30, 40, 45, 50 വയസ്സുള്ള മുതിർന്ന മൂത്ത ആൾക്കാരുടെ അപരാധങ്ങളാണ് എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരുടെ നീഡ്സാണ് അത് എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇവർക്കിത് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്ത് പോവാം. ഇത്രയും ആൾക്കാരെ എന്ത് ചെയ്യണ്ട, ചോദ്യചിഹ്നത്തിന് മുകളിൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ ഓഡിയോയിൽ തന്നെ ഈ ഓഡിയോയ്ക്ക് എന്ത് റിയാക്ഷൻ, എന്ത് എക്സ്പ്ലനേഷൻ ഒരു മനുഷ്യൻ കൊടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് ഇപ്പോൾ ഈ ഫിറോസ് ഈ പുറത്ത് വിട്ട വീഡിയോനകത്ത് സജിനയും റസൂലും പറയുന്നതിന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സജിനയ്ക്ക് ഈ പറഞ്ഞ റസൂൽ കുറച്ച് പേരോട് നിർബന്ധിപ്പിച്ച് അവളെ എന്നെക്കൊണ്ട് ഗർഭിണിയാക്കിച്ചു എന്നുള്ളൊരു സാധനം ഈ പറഞ്ഞ റസൂൽ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു എന്നുള്ളത് സജിന അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണേ, ഒരു ആണിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരു പെണ്ണ് എന്നെ ഗർഭിണിയാക്കൂ എന്ന് പറഞ്ഞ് ഗർഭിണിയാക്കിപ്പിക്കാൻ വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഇത് കേട്ട ഉടനെ പേടിച്ച് വിറച്ച് ഒരാണ് പോയിട്ട് ഒരു പെണ്ണിന് ഗർഭിണിയാക്കുന്നു. ഇതെന്താണ്? നിങ്ങൾ ഇനി എൻ്റെ ഒരു ഗതികേട് ഞാൻ പറയാം. ഈ ചങ്ങായി റസൂൽ ഇനി എവിടെ ഏത് രീതിക്ക് പോയാലും എനിക്ക് വിഷയമല്ല. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വിഷയമല്ല. ഞാനൊരു കേട്ട മനുഷ്യനൊന്നുമല്ല, അല്ലെങ്കിൽ ഫിറോസ് ഇത് പുറത്ത് വിട്ട ഓഡിയോ കേട്ട മനുഷ്യനൊന്നുമല്ല. റസൂൽ പൂക്കുട്ടി ഇത് ആരോട് ലൈവായിട്ട് പറയുന്നു, അതിൻ്റെ കോളിൻ്റെ ഒരു എൻഡിൽ ഞാനിത് കേട്ട മനുഷ്യനാണ്. ഞാൻ പറയാം, ഇത് പറയാതിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഈ നിർബന്ധിപ്പിച്ച് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് ഗർഭിണിയാക്കി എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കും, ഇവരുടെയൊക്കെ ട്രസ്റ്റിൻ്റെ ലെവൽ എന്താ? ഇപ്പോൾ ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു. ആ വ്യക്തിനെ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയി ലൈഫിൽ കാണുന്നുണ്ട്, ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഏത് എൻഡ് വരെയും അവരോട് ലോയലായിട്ട് നിൽക്കും, ട്രസ്റ്റ് വർത്തി ആയിട്ട് നിൽക്കും. ഇവിടെ അതൊന്നുമില്ല. ഓക്കെ, റസൂൽ ഈ പറഞ്ഞ സജിനയുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ സജിനേൻ്റെ കുറ്റവും സജിനേൻ്റെ കാര്യങ്ങളും, സജിന വന്നിട്ട് റസൂലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റസൂലിൻ്റെ കുറ്റവും മറ്റേ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഫിറോസ് ഖാൻ ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടിയത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ സജിനയും റസൂലും തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തത് ഒന്നില്ലെങ്കിൽ റസൂലായിരിക്കും, അല്ലെങ്കിൽ സജിനയായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മൂന്നാമതൊരാളെ അവരുടെ കോളിൽ നിർത്തി റെക്കോർഡ് ചെയ്യിച്ചതായിരിക്കും. അതിന് ചാൻസ് കുറവാണ്. രണ്ടുപേരിൽ ഏതോ ഒരാളാണ് ഇത് റെക്കോർഡ് ചെയ്തത്.
അവരായിട്ട് ഫിറോസിന് അയച്ചു കൊടുക്കൂ, ഇപ്പോൾ സജിനായിട്ട് ഫിറോസിന് അയച്ചു കൊടുക്കൂ, മേ ബി ചെയ്തിരിക്കുക, പറയാൻ പറ്റില്ല. കാരണം പലപ്പോഴും ഇതൊക്കെ സംസാരിച്ച സമയത്തും അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്തും ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ടുമുണ്ട്. പരസ്പരം ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങളും ഇവർ ബാക്കിയുള്ളവരോട് പറഞ്ഞ കാര്യങ്ങളും ബാക്കിയുള്ളവർ അവർക്ക് അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട് ഇവർ. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. പക്ഷെ അതിന് ചാൻസ് കുറച്ച് കുറവാണ്. കാരണം സജിൻ ഒരിക്കലും പോയിട്ട് റസൂലിനായിട്ട് സംസാരിച്ചൊരു സാധനം ഭാവിയിൽ എനിക്ക് തലയ്ക്ക് വരുന്നൊരു അടിയായി മാറാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരു ഇത്തിരിയെങ്കിലും ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഫിറോസിന് അയച്ചു കൊടുക്കില്ല. സജിനെ മേ ബി ഇതെടുത്തിട്ട് വേറെ ആർക്കെങ്കിലും ഫ്രണ്ട്സിന് അയച്ചതായിരിക്കാം. മനസ്സിലായോ? എന്തിന്? റസൂൽ പൂക്കുട്ടിയുടെ മുഖം ഇതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സജിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ സജിനയ്ക്ക് റസൂൽ പൂക്കുട്ടീനോട് എത്ര ട്രസ്റ്റ് ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതൊക്കെയാണ് ഇതിനകത്ത് ഇവരുടെ പറയണ്ട. ഇതൊക്കെ ഒരു ജന്മങ്ങളും അവരുടെ ജീവിതവും അവരുടെ അവസ്ഥയും. അടുത്ത കേൾക്കാം. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് അല്ലമ്മ ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ടമ്മ. എല്ലാം ഞാൻ എനിക്ക് നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? അയ്യോ ഓസ്കാർ അവാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധമാണ് ഇതൊക്കെ. ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ലേ. എനിക്ക് താല്പര്യമില്ല ഇതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. ഈ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്തത് ഫിറോസ് ഇട്ടു, ഞാനിതിവിടെ പ്ലേ ചെയ്തു. എഗെയിൻ ഞാൻ പറയുന്നു, രണ്ട് മുതിർന്ന വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ എന്ത് വേണേൽ ചൂസ് ചെയ്യാം. ഓക്കെ, എന്ത് വേണേൽ ചൂസ് ചെയ്യാം. ഇമ്മച്യൂർ ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. മെച്യൂരിറ്റി കൂടി പ്രൊഫഷണലി ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് വന്ന രണ്ട് വ്യക്തികളാണ്. കുറച്ച് മെച്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഈ റിലേഷൻ ഉണ്ട്, ഇതേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് ഫിറോസിനൊരു മ്യൂച്വൽ ഒരു കൺസെൻറ്റിൻ്റെ മുകളിൽ ഡിവോഴ്സ് കൊടുത്ത് സജനയ്ക്ക് മൂവ് ഓൺ ചെയ്യായിരുന്നു അല്ലേ? ചെയ്യാം. ഈ പറഞ്ഞ റസൂലിനാണെങ്കിലും റസൂലിൻ്റെ ലൈഫിൽ ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ സീനുകളാണ്, ഫാമിലിയിൽ പറയാം. ഈ ക്യാൻ ഓൾസോ ലൈക്ക് മൂവ് ഓൺ ചെയ്ത് പോവാം. ബട്ട് അതിന് പകരം വേണ്ട, പറഞ്ഞാൽ എന്താ പറയുക, പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ എഗെയിൻ ഞാൻ പറയുന്നു, ഇത്
ഇതാകെ ഇവരുടെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. ഇത് ഞാൻ പറയുന്നത് കയ്യിൽ നിന്ന് പോയി തുടങ്ങി എന്ന് അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടിയിരുന്നു അറിയോ, ഇത് ഹോൾഡ് ചെയ്യണമായിരുന്നു. അത് സജനയുടെ തന്നെയാണ് അത് കയ്യിൽ നിന്ന് പോയത്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെ കവർ ചെയ്ത് ഒരു സാധനം പുറത്തു വന്നു, അത് കവർ ചെയ്യാനൊരു നുണ പറഞ്ഞു, പിന്നെ നുണേൻ്റെ മുകളിൽ നുണ, അപ്പോൾ അടുത്ത കാര്യം പുറത്തു വരുന്നു, അപ്പോൾ അടുത്തൊരു നുണ, അപ്പോൾ അടുത്ത കാര്യം പുറത്തു വരുന്നു. ഇതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് കേൾക്കാം. ഫിറോസ് ഖാൻ ഈ സജനയുടെ പാസ്റ്റ് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു, ഒരു ഭാര്യ ഭർത്താവ് പോലെ ജീവിച്ചിരുന്നതാണ്. അങ്ങനെ ഈ ഒരു വിഷയം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സജനയെ അവരുടെ വീട്ടിൽ പോയിട്ട് സജനയുടെ വീട്ടിൽ പോയിട്ട് ഈ നിയാസ് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരാണ് പറഞ്ഞത് അവൾക്കൊരു ജീവിതം കിട്ടിട്ട് നീ ഇടയ്ക്ക് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇത് സജനയുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ കരഞ്ഞ് അഭിനയിക്കുന്നു എല്ലാം കാര്യം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ഒരു ബേഡൻ എൻ്റെ തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്ത് ഒരു 2-3 ഇങ്ങനെ ടക്ക് 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 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. ഫിറോസ് ഖാൻ സജനയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് സജന ജീവിതത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ സ്റ്റോറിയുടെ തുടക്കം. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സജന ഓക്കെ എന്ന് പറഞ്ഞു. ലേറ്റർ ഓൺ ഫിറോസ് ഖാനിനെ മനസ്സിലായി ആ ഫ്രണ്ടും സജനയും തമ്മിൽ റിലേഷനിലായിരുന്നു എന്നുള്ളതും. അങ്ങനെ അത് പിടിച്ചതും അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനകത്ത് പറഞ്ഞു തുടങ്ങിയതും. ഇത് പറഞ്ഞു തുടങ്ങി പിന്നെ ഇത് തീർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ വീഡിയോ പ്ലേ ചെയ്യുന്നുള്ളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് പേര്, ഇപ്പോൾ ഫിറോസ് പറഞ്ഞത് ഞാൻ വെച്ച് പ്ലേ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അതായത് സജനയ്ക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ വർഷങ്ങൾ മുമ്പ്, അതായത് ഇവരുടെ ബന്ധം തുടങ്ങിയത് മുതൽ ഒരുപാട് ക്യാരക്ടേഴ്സിനായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ ഫിറോസ് ഖാൻ വെച്ച് പോയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു എഗ്രിമെൻറ്റ് പേപ്പർ പോലത്തെ ഒരു സാധനത്തിനകത്ത് ഒപ്പിടുകയാണ് സജന ഒപ്പിട്ടുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു വ്യക്തിയായിട്ട് ബന്ധത്തിലായി. ഈ ബന്ധത്തിലായതിന് ശേഷം സജന ഫിറോസ് ഖാൻ ഇട്ടിട്ട് പോയിട്ട് ഇവരെവിടെയോ ട്രെയിൻ കയറാൻ പോണ വഴിക്കോ അങ്ങനെ എന്തോ ചെയ്യാൻ പോകുന്ന വഴിക്ക് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചത് മുതൽ ഈ പറഞ്ഞ അപരാധങ്ങളാണ്, നുണകളാണ് വിളിച്ച് പറഞ്ഞതെന്നും, അതിലാദ്യം ഒരു ഡയറക്ടറായിരുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറായി, പിന്നെ RS വിമൽ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്നും എൻ്റെ മൊയ്തീൻ. ഈ കഥ ഞാൻ ഫിറോസ് പറയുമ്പോഴൊന്നുമല്ല കേട്ടോ കേൾക്കുന്നത്. RS വിമലുമായിട്ടുള്ള കഥ ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞ വേറെ കുറേ പേരുകളുള്ള ക്യാരക്ടേഴ്സും സജനയുടെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു തന്നെ. ഫിറോസ് ഖാൻ എന്നോട് കുറച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ RS വിമലിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇവരുടെ ആ വിഷയം നടന്ന സമയത്ത് ഇൻവോൾവ് ആയ കുറച്ച് ആൾക്കാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സജനയുടെ കേസിൽ. എന്നാൽ അവരുടെ പേഴ്സണൽ ലൈഫ്, ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു, ആ വ്യക്തിക്ക് കല്യാണം കഴിയുകയെന്നല്ലടാ, അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അയാൾക്ക് ഈ പറഞ്ഞ കുറേ ആണും പെണ്ണുമായിട്ടുള്ള കുറേ ആണ് പെണ്ണിനും ആണിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരാതിരിക്കുക, അതിൽ അഡൾട്ടറി വരിക, അതിൽ സെക്സ് വരിക, അതിലെന്ത് വേണേൽ വരിക പോവുകയൊക്കെ ചെയ്തോട്ടെ. പക്ഷെ ഒരു എലമെൻ്റ് ഓഫ് സാധനം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളായി ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ കുട്ടികളോടുള്ള കമ്മിറ്റ്മെൻറ്റിലാണ് ഞാൻ ശരിക്കും എപ്പോഴും എനിക്കെപ്പോഴും ഒരു സീൻ തോന്നിയിട്ടുള്ള ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ. മക്കളില്ലേ ഇവർക്കൊക്കെ?
ഇവരുടെ പേഴ്സണൽ ലൈഫ് പോട്ടെ, ആണ് പെണ്ണും പെണ്ണാണും എന്നുള്ള ഫാക്ടർ നിങ്ങൾ വിട്. അതിപ്പോൾ ഈ പറഞ്ഞ ഒറ്റത്തടി ഒറ്റ ജീവിതമാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതെന്ത് ചെയ്യാം, എന്തെങ്കിലും രീതിയിൽ അവർക്ക് അത് ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ കുട്ടികൾ വളരുമ്പോൾ, കുട്ടികൾ എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ അത് അവരെ ബാധിക്കുന്നത്. കാരണം അവരുടെ ലൈഫിൽ എന്താ പറയുക, വളരെ വരുമ്പോൾ ഒരു ട്രോമയാണ്. എൻ്റെ ഉമ്മ എങ്ങനെ, എൻ്റെ ഉപ്പ എങ്ങനെ, അവരുടെ ബന്ധങ്ങൾ ഇങ്ങനെ പുറത്ത് പറയുന്നു. ഞാൻ നാളെ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതം, പിന്നെന്താ പറയുക, അവരുടെ ലൈഫും ഭയങ്കര സ്പോയിലാവുന്ന രീതിയിലുള്ള ഐറ്റങ്ങൾ. അത് എല്ലാവരും മനസ്സിലാക്കുക. ഈ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, കുട്ടികളായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉടായ്പകൾക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അവർക്കൊരു ഏജ് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ നോക്കാൻ പറ്റില്ല, അവർക്ക് ബാധിക്കും എന്നുള്ളതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോവുക. ഓക്കെ, കാരണം അതെപ്പോഴും ഞാൻ ഈ പല വിഷയത്തിലും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത് അവിടെ. ഇവർക്കൊക്കെ മക്കളുണ്ട് എന്നുള്ളത്, മക്കളുണ്ട് ഇവർക്കൊക്കെ. ഈ മക്കളെ ഗതികേട്, അവരെത്ര ആളോട് ഉത്തരം പറയണം, എത്ര ആളെ മുഖം കാണണം, എത്ര ആളെ, അത് ആ കുട്ടികൾക്കേ അറിയൂടെ. അത് ഇവർക്ക് ആർക്കും ആ സംഗതിൻ്റെ ഒരു ഗ്രാവിറ്റി ഇവർക്ക് മനസ്സിലാവില്ല. മക്കളെ വിഷയം അപ്പം എന്ത് ചെയ്യുക, നോക്കിയും കണ്ടും ചെയ്യാന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇനി അടുത്തത്, കാരണം ഇവൾ ഏതറ്റം വരെ വരണം കഴിക്കും. ഇതേ സംഭവം തന്നെ ഇവളുടെ കൂട്ടുകാരികളെടുത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തെറ്റിയ കൂട്ടുകാരികളെടുത്ത് പറഞ്ഞത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും എൻ്റെ ബാക്കിൽ വരുമോ, എനിക്ക് എന്തെങ്കിലും ഇതാണ്, ഞാൻ അങ്ങേയറ്റം വരെ കളിക്കും. അങ്ങേർക്ക് ഞാൻ എൻ്റെ മോളെ വെച്ചിട്ട് പോക്സോ വരെ ഞാൻ ചെയ്തു കൊടുക്കും. ഇത് തന്നെ ഈ വിഷയങ്ങളെടുക്കുമ്പോൾ ഒരു യൂട്യൂബറെ അടുത്ത് വിളിച്ച് അത് ചെയ്യിപ്പിക്കാൻ നോക്കി. ആ യൂട്യൂബർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ പോക്സോ ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ആണോ, എന്നാൽ പിന്നെ അതല്ല, മാനസികമായിട്ട് പീഡിപ്പിച്ചത്. അപ്പോഴത്തേക്ക് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അത് അവന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചു തന്നതിനകത്ത് ഞാനപ്പം ഈ വാർത്ത ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഒരു ഉമ്മാടത്ത് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സജിനെ മോളെ വെച്ച് വരെ കളിക്കുന്നത് അതെന്ത് മൃഗീയമായ ഇതാണ്, ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു യൂട്യൂബിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു ഈ വിഷയം തുടക്ക സമയത്ത്. അപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, അത് ആ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, ഉമ്മ അന്നേരം എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഒരിക്കലും അങ്ങനെ ഒന്നും കളിച്ചത്, അതൊക്കെ അവരൊക്കെ ചുമ്മാ പറഞ്ഞാണ്, അവർ അയച്ച മെസ്സേജും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അങ്ങനെ ഓക്കെ, കേട്ടല്ലോ. ഒരാൾ മറ്റൊരാൾക്കെതിരെ പറയുന്ന അലിഗേഷൻ്റെ എക്സ്ട്രീം സാധനമാണിത്, എക്സ്ട്രീം സാധനം. ഒരാൾ മറ്റൊരാൾക്കെതിരെ, ഇവിടെ ഞാൻ പറഞ്ഞു മക്കളെ വെച്ച്, മക്കൾ ഇൻവോൾവ് ആകുമ്പോൾ മക്കളെ വെച്ച് വരെ ഇവർ കളിക്കാൻ റെഡി ആവും എന്നുള്ളതിൻ്റെ എനിക്ക് ഈ സാധനമാണ് പൊളിയുന്നത്, കുട്ടികളെ ഇൻവോൾവ് വയ്ക്കുന്ന പരിപാടി. അതിൽ ഇതിലിപ്പോൾ ഫിറോസ് പറഞ്ഞ യൂട്യൂബർ ഞാനാണ്, എന്നോടാണ് ആ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻസോ അതിൻ്റെ സാധനങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എഗെയിൻ പറയുന്നു, ഇതെൻ്റെ റിക്വസ്റ്റാണ് സജിനയോടും ഫിറോസിനോടും റസൂലിനോടും. നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്, അവരെ വെച്ച് നിങ്ങൾ കളിക്കരുത്. ഒന്ന്, അവരുടെ മുന്നിൽ നാറാതെ, ലോകത്തിന് മുന്നിൽ നിങ്ങൾ നാറുക, നിങ്ങൾ പാണ്ടാറടങ്ങുക, നിങ്ങൾ എന്ത് വേണം ചെയ്തു, നാട്ടിൽ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മക്കളെ മുന്നിൽ പോയതാ, മനസ്സിലായോ? എനിക്ക് നാളെയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കെന്ന് പറയാൻ എൻ്റെ ബ്ലഡേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ലോകത്തിൽ ഇനി എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ചെയ്താലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും നാളെ അവരുതെന്ന് പറയാൻ എന്താ ഉള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ പെങ്ങളും, മക്കൾ, എല്ലാവർക്കും അങ്ങനെ. ഈ റസൂൽ പൂക്കുട്ടി അതിഭീകരമായിട്ട് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ എന്താ, ഞാൻ ആരാ, അല്ലെങ്കിൽ എന്നെ അറിയാൻ, ഞാൻ എനിക്ക് എന്നുള്ളത് പറയാൻ എന്നൊക്കെ എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് കളിയുണ്ട്. മക്കൾ എന്തിന് എന്നുള്ളൊരു സാധനം റസൂൽ പൂക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്ലേ ചെയ്യാത്. എന്തിനാണ് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കണേ? എന്താണ് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനം? എന്താ? ഇപ്പം എൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, പുള്ളിയെ പറ്റി എനിക്ക് അറിയത്ത് പോലുമില്ല. എനിക്ക് ആകെ നമുക്ക് ഒരു ജനറേഷൻ ആകെ ഓർമ്മ വരുന്നൊരു 3 ജനറേഷൻ ആയിരിക്കും. നമ്മുടെ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളുണ്ടാകും. അവരല്ലാതെ വേറെ ആരും നമ്മളെപ്പറ്റി ഓർക്കില്ലല്ലോ. നാളെ ഞാൻ എൻ്റെ കാലശേഷം നിങ്ങൾ മീഡിയ കുറേ നാൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു 3-4 ദിവസം വാർത്ത വരും പോകും. ഒരുപക്ഷെ എല്ലാ വർഷവും ഓസ്കാർ വരുമ്പോൾ എൻ്റെ പേര് പരാമർശിക്കും എന്നുള്ളതല്ലാതെ എനിക്ക് മറ്റു യാതൊരു ഒരു ഇമ്പോർട്ടൻസും ഈ ലോകത്തില്ല. ഇത് റസൂൽ പൂക്കുട്ടിയെ ഒരു 10 വട്ടം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക.
ഇത് റസൂല് സജിനയ്ക്കും ഫിറോസിനും ഒക്കെ അയച്ചു കൊടുക്കുക. എസ്പെഷ്യലി സജിനയ്ക്ക് ഒരു 10 വട്ടം അയച്ചു കൊടുത്തോ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണോ അറിയില്ല, അത് വേറെ കാര്യം, അതിക്കൊന്നും പോണില്ല. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് മക്കളെ വെച്ച് കളിക്കരുത്. ഓക്കെ, റെസ്പോൺസിബിൾ ആവുക, മക്കളെ വെച്ച് കളിക്കരുത്. ഇത്രയേ ഉള്ളൂ. മക്കളാണ് എല്ലാം. അവർക്ക് നാളെ സൊസൈറ്റീൻ്റെ മുന്നിൽ നടക്കണം, അത് ചിന്തിക്കുക. ഫൈൻ. ഇനി ഇതിനകത്ത് കുറേ ഓഡിയോസാണ്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഫിറോസ് ചെയ്തതിൽ സജിനിയും റസൂൽ പൂക്കുട്ടിയും സംസാരിക്കുന്നതിൽ അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ്, അവരുടെ വിഷയങ്ങൾ, അങ്ങനെ കുറേ ഐറ്റങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, ഇവർ റസൂൽ പൂക്കുട്ടി ചെന്ന് സജിനയുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് അതിനകത്ത് സജിനയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും, സജിന പോയി സജിനയുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് റസൂൽ പൂക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും, അങ്ങനെ പരസ്പരം ഇത് ഇങ്ങനെ പോവാണ്. അതിനിടയിൽ സജിനയുടെ ഉമ്മാനെയായിട്ട് റസൂൽ പൂക്കുട്ടി സംസാരിക്കുന്നു. റസൂൽ പൂക്കുട്ടി ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരുത്തനാണ് കേട്ടോ. സ്വന്തം പ്രായമുള്ള ഒരാളാണ് ഈ സജിനയുടെ ഉമ്മ. അവിടെ ഉമ്മ തന്നെ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചെങ്കിലും കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ. എന്താണെങ്കിൽ ഒരു ഓഡിയോ പോർഷൻ കൂടി പ്ലേ ചെയ്തിട്ട് ഞാൻ ഈ അവരത് നിർത്തുകയാണ്. എന്നെ കൊണ്ട് വയ്യ, നടക്കൂല. കാരണം ഞാൻ എഗെയിൻ പറഞ്ഞല്ലോ, തൊപ്പി ഷമീർ അല്ലെങ്കിൽ ആ ഒരു സാധനമൊക്കെ സംസാരിക്കാൻ എനിക്കൊരു കുറച്ചും കൂടി ഒരു പറയാൻ മാത്രം എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇവന്മാരെ സിസ്റ്റത്തിനും കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെ പറയാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താ ഉള്ളത്? 2 പേർക്ക് പരസ്പരം ശരീരത്തിനോട് തോന്നിയ അല്ലെങ്കിൽ പൈസയോട് തോന്നിയ, ഒരാൾക്ക് ശരീരത്തിനോടും മറ്റേയാൾക്ക് പൈസയോടും, ഒരാൾക്ക് അങ്ങനെയൊക്കെ തോന്നിയ കുറേ സാധനങ്ങൾ, അതിൽ വന്ന കുറേ അഡൽട്ടറി. എൻഡ് ഓഫ് ദ ഡേ സഫർ ചെയ്യുന്നതാരാ? ഹൂ ഈസ് സഫറിങ്? കുട്ടികൾ, മക്കൾ. എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിന് ഇതൊരു കോണ്ടൻറ്റ്, പൈസ, അതിനപ്പുറം എന്താ? 10 തമ്മനെയിലിട്ടിട്ട് ഇതിനെക്കുറിച്ചൊരു 10 വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മിസ്ലീഡിങ് തമ്മനെയിലോ അല്ലെങ്കിൽ മറ്റേ വാവ് അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചും സാധനം പോണ ഐറ്റം അല്ലേ? ഈ സോഷ്യൽ മീഡിയ ഈ പണ്ടാകുന്ന എവിടെയും പോകില്ല, അതൊക്കെ ഇവിടെ കിടക്കും ചെയ്യും. അന്നമയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണ്, നല്ല കാര്യം. അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അങ്ങേര്, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞു മനസ്സിലാക്കുക, കുഞ്ഞിന് നമുക്കിപ്പോൾ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞ തരത്തിലുള്ള ആളാണോ? ആണോ? അതെന്തും ആയിക്കോട്ടെ. ആണോ? ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറയുന്ന കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവരെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും. കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത്. പിന്നെ ദോഷം പറയരുത്, മോനെ ആയാലും അവർക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് നോക്കുന്നത്. കുഞ്ഞിന് ചിലവിന് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം അവൾ പറഞ്ഞിരുന്നു. ഇത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് അവൾ ഓരോ കഥകളും, കാരണം ഈ പ്രവൃത്തികളെല്ലാം മനുഷ്യത്വരഹിതമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കും? ദൃശ്യത്തിൻ്റെ കഥ പോലും ഇതിൻ്റെ മുന്നിലൊന്നുമല്ല. കാരണം ഇവൾ ഈ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന കഥയുടെ മുന്നിൽ കുഞ്ഞിന് എനിക്കെൻ്റെ ഏറ്റവും വലിയ ജീവനാണ്. ഞാൻ എറണാകുളത്താണെങ്കിൽ എല്ലാ വീക്കിലും അവനെ കാണാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് കൊല്ലത്തേക്ക് വരുന്നത്. അവൻ്റെ വീക്കെൻഡ് അവൻ പഠിക്കുന്നവൻ്റെ ഒഴിവ് ദിവസങ്ങളെല്ലാം അവനോട്ട് ഞാൻ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അവന് വേണ്ടുള്ള എല്ലാ കാര്യം ഇപ്പം പറയാൻ പറഞ്ഞ നാണക്കെട്ടൊരു കാര്യമാണ്. പിന്നെ അവന് കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉമ്മാക്ക് മാസം തോറും ഒരു ചെറിയ തുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തുകയായിരിക്കും, അവർക്ക് ലക്ഷങ്ങളിട്ട് കളിക്കുന്നവർക്ക് എൻ്റെ ആയിരങ്ങളൊന്നും അവർക്ക് വലിയ വിഷയങ്ങളായിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള രേഖകൾ GPay ആണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ എൻ്റെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൾ പറഞ്ഞ് ചിലവിന് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കില്ലെന്ന്. ഞാനിപ്പോഴും അവളുടെ അടുത്ത് പറഞ്ഞത് കുഞ്ഞിനെ എനിക്ക് വിട്ടുതരും,
ഞാൻ എൻ്റെ അടുത്ത്, കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പല ഭർത്താക്കന്മാരോട്ട് ജീവിക്കുന്നത്, അതിലൊരു കുഞ്ഞു വരും അതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ഉമ്മാക്ക് മെസ്സേജ് അയച്ചിരുന്നു, കുഞ്ഞിനെ എനിക്ക് തരൂ, ഞാൻ ഇനിയിപ്പം കലയിലോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല, കാരണം എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലാണ്. ഇനിയൊരു കലയിലോട്ട് എനിക്ക് ഇറങ്ങാനുള്ള മാനസികാവസ്ഥ, കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഞാൻ നിന്ന് നോക്കിക്കോളാം അവനെ, എൻ്റെ കൂടെ തന്നെ അവനെ നിർത്തി അവനെ പഠിപ്പിച്ച് അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാം, ഇനി അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇല്ല, അവിടെ അഡ്മിഷൻ എടുത്തെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, അഡ്മിഷൻ എടുത്താൽ ഞാനിവിടെ വേറെ അഡ്മിഷൻ എടുത്തോളാം അവനെ, കാരണം ഞാൻ കൂടെ നിന്ന് അവനെ കുറച്ചും കൂടെ അവന് ഹാപ്പിയാണെന്ന്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, അപരാധം, പ്രഗ്നൻസി, അബോർഷൻ, കുട്ടികൾ, അവരുടെ ലൈഫ്, അങ്ങനെ പോവുകയാണ് ഈ സാധനം. ഞാൻ ഇവരുടെ ജീവിതത്തിൽ നിന്നും എന്താ പറയുക, ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ കോടതിയോ ജഡ്ജോ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ഇനിയെങ്കിലും ഈ സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. ഇതിവിടെ തീർന്നു പോയാൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫിറോസ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഫിറോസിൻ്റെ ജീവിതം എക്സ്പോസ് ചെയ്യാൻ സജിന വരികയാണ്. സജിന അടുത്തൊരു വീഡിയോ ഇടുന്നു, റസൂൽ ബുക്കുട്ടി ഒരു സൈഡിൽ കൂടി പോകുന്നു. എന്തിന്, വൈ, എന്ത് കാര്യം, ഒന്ന് 10 ആളെ വിളിക്കേണ്ട കാര്യം ഇതിനകത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിളിച്ച് സംസാരിക്കുന്നതിലൊന്നും നിങ്ങൾ പരസ്പരം ട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ധങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. 2. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, റെസ്പോൺസിബിലിറ്റീസിന് ഒഴിഞ്ഞു മാറി പോകണമെന്നാണെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവനവൻ്റെ ജീവിതം നോക്കിയിട്ട് പോകാൻ നോക്കുക. അടുത്ത പരിപാടി. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക. അതൊരു വലിയ സംഭവമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ ലൈഫൊന്നും പുറത്തു വരില്ലല്ലോ, ഒരു സൈഡിൽ കൂടി ഒന്നും പോകുമല്ലോ. പിന്നെ എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല, ഹാക്കറാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് ഇപ്പം ഇവർ ഈ പറഞ്ഞതൊന്നും അല്ലാതെ ഇതിൻ്റെയൊക്കെ കുറേ വേർഷൻസ് അറിയുന്ന ഇവരുടെ പേഴ്സണൽ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരാണ്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? അവരൊക്കെ ഇനി അവരുടെ പേരുകളൊക്കെ വലിച്ചിട്ട് ഇതിൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇതിൽ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പുറത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭീകരമായിരിക്കും. ഇനിയൊന്നും കാര്യമുണ്ട് തോന്നുന്നില്ല. ഓക്കെ, ഇത് സജിന ഫിറോസിനിട്ട് വെച്ച ഒരു സാധനമുണ്ട്, ഫിറോസ് ഖാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്ത ഒരു ഐറ്റം. അതിനൊരു കൗണ്ടറല്ല, ഫിറോസിൻ്റെ വേർഷൻ. ഇതിനകത്ത് പല സാധനങ്ങളും, ലോണിൻ്റെ കാര്യം, കുട്ടിക്ക് ചിലവിന് കൊടുക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫിറോസിനെതിരെ വന്ന ഏറ്റവും വലിയ അലിഗേഷൻ സജിന കൊണ്ടുവന്നത് 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെ ചെയ്തു എന്നാണ്. എൻ്റെ അറിവിൽ ഇന്ന് വരെ ഇതൊരു CWC ഒരു കേസ് എടുക്കുക, അതിലൊരു വിഷയം ഉണ്ടാവുക, അങ്ങനത്തെ സ്കീമുകളൊന്നും സംഭവിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ സൊസൈറ്റിയിൽ ഞാൻ പറഞ്ഞു, എഗെയിൻ കുട്ടികൾക്കെതിരെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ സീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹോണ്ടിങ് ആണ്. ഫിറോസ് ആണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ വിഷയത്തിനെ കുറിച്ചുള്ളൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി എവിടെയും കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചെറിയൊരു പോർഷനിൽ ഇങ്ങനെ പറഞ്ഞു പോയി അങ്ങേര്. അതിൻ്റെ എന്താ പറയുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞൊരു അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മോശമാണ്. ഓക്കെ, സീരിയസ് സാധനമാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം കേസ് എടുക്കുക, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എഗെയിൻ ഞാൻ പറയുന്നു, കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കരുത്. നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു 25-30 വയസ്സായി ലൈഫ് സെറ്റിലായി ജോബൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ആണിനോ പെണ്ണിനോ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നാളെ എൻ്റെ അച്ഛനും അമ്മയും എന്തോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് നോക്കി പോകാമെന്നുള്ള മൂഡിലുള്ള അത്രയും വളർച്ചയുള്ള കുട്ടികളാണെങ്കിൽ വിഷയമല്ല. ഇതൊക്കെ 5-ലും 8-ലും 10-ലും അല്ലെങ്കിൽ ഏറിപ്പോയ +1 +2 ഒക്കെ പഠിക്കുന്ന മക്കളുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഇനി പുതിയൊരു കുട്ടീനെ കൊണ്ടുവരാനുള്ള വേറെ പരിപാടി, എന്തെങ്കിലും ആട്ടപ്പൂരിൽ ഈ യൂണിവേഴ്സ് ഇവിടെ എൻഡായാൽ നല്ലത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പിന്നെ ഫിറോസ് ഖാൻ വന്ന് വീഡിയോ ഇട്ട സമയത്ത് പല പേരുകളും പല ഫോട്ടോസും പലരെയായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞ് സജിനേൻ്റെ വെച്ചിട്ടുണ്ട്. ഇനി അവരുടെയൊക്കെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ എന്നാൽ.